ഹലോ. എനിക്ക് കുറേ പേര് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഡെൻമാർക്കിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഏത് ഫ്ലൈറ്റിനാണ് ട്രാവൽ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതിനുകൊണ്ട് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ആകാം കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ. ഈ സാധനം കാരണം ചിലയിടത്ത് നമ്മുടെ പ്ലഗ് കയറില്ല. അപ്പം അതിന് നമുക്ക് ഈ യൂണിവേഴ്സൽ അഡാപ്റ്റർ മസ്റ്റായിട്ടും വേണം അവിടെ. പിന്നെ നെക്സ്റ്റ് വേണ്ടത് കപ്പ്. ഇവിടെ ബാത്റൂമിൽ കപ്പൊന്നും കാണില്ല, അപ്പോൾ അതുകൊണ്ട് കപ്പ് നമുക്ക് മസ്റ്റായിട്ടും വേണ്ട ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട കുക്കിംഗ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ കുക്കർ എടുക്കാം. കുക്കർ, തവ, പിന്നെ ചോപ്പ് ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ കയ്യോറ വേണമെങ്കിൽ കയ്യോറ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുക. ഒരു കുഞ്ഞ് കത്തി എടുക്കുക, പ്ലേറ്റ്, ഗ്ലാസ് എടുക്കുക. പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് തവികൾ എടുക്കുക. അതുകൂടാതെ നമുക്ക് വേണ്ടത് മെഡിസിൻസ് മസ്റ്റായിട്ടും വേണം കേട്ടോ. ആൻറ്റിബയോട്ടിക് വേണം, മറ്റേ വൈറ്റമിൻ D3 വേണം, ഒരു കഫ് സിറപ്പ്, പിന്നെ സിട്രസിൻ, പിന്നെ നേസൽ ഡ്രോപ്സ്, പിന്നെ സ്ട്രെച്ച് ബാൻഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കണ്ടീഷൻ നമുക്കറിയാമല്ലോ. അതിനനുസരിച്ചുള്ള മെഡിസിൻസ് എടുക്കുക. വെളിച്ചെണ്ണ കൊണ്ടുവന്നാലും ഇവിടെ നമുക്ക് അങ്ങനെ ഇവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ നല്ല തണുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കട്ടയായിട്ട് പോകുക. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം എടുക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ അത് യൂസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പാത്രങ്ങൾ മേടിക്കാൻ നേരം എല്ലാം ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള പാത്രങ്ങൾ മേടിക്കണം കേട്ടോ. കാരണം ഇവിടെ എല്ലാം ഇൻഡക്ഷനാണ്, ഗ്യാസ് അല്ല. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഹോട്ട് ബോക്സ് വേണം, പിന്നെ വീട്ടിലിടാനുള്ള ചെരുപ്പ്, പിന്നെ ലിപ് ബാം വേണം. ലിപ് ബാം മസ്റ്റായിട്ടും വേണം കേട്ടോ, നമ്മുടെ ചുണ്ടൊക്കെ നല്ലപോലെ ഡ്രൈ ആവും. പിന്നെ ഷൂ, ജാക്കറ്റ്, മങ്കി ക്യാപ്പ്, പിന്നെ ഒരു ഷോള്. ഈ ജാക്കറ്റൊക്കെ മേടിക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി വിലയുടെ മേടിക്കണമെന്നില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവുമല്ലോ, ഒരു തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് മേടിച്ചാൽ മതി. കാരണം വിൻ്ററിനൊക്കെ ഇവിടെ നല്ല ജാക്കറ്റുകൾ കിട്ടുമെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നാലും നമുക്കതിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വിലയുടെ ജാക്കറ്റ് മേടിക്കേണ്ട, അന്ന് അത്യാവശ്യം ചൂട് നിൽക്കുന്ന പോലത്തെ ജാക്കറ്റ് മേടിക്കുന്നതാണ് നല്ലത്. പിന്നെ വേണ്ടത് ഷോൾ വേണം കേട്ടോ. ഷോൾ ഇങ്ങനെ കഴുത്തേക്കിട്ട് ഇടാനായിട്ട് തണുപ്പത്ത് ഷോൾ വേണം. പിന്നെ മസാലകൾ, നമ്മുടെ മസാലകളൊന്നും ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിലുള്ള മസാലകൾ എടുത്തുകൊണ്ട് വരിക. പിന്നെ മസ്റ്റായിട്ട് ബാഗ് വേണം, ബുക്കുകൾ വേണം, പേന വേണം. ഇവിടെ ബുക്കിനും പെന്നിനും ഒക്കെ നല്ല വിലയാണ് കേട്ടോ, അപ്പോൾ അതൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഹെഡ്സെറ്റ് വേണം, സോക്സ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മഴ പെയ്യും കേട്ടോ, അപ്പോൾ ഒരു കുട എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് വരുന്ന പാടെ തന്നെ ഒരു ജലദോഷവും കാര്യങ്ങളൊക്കെ കാണും, അപ്പോൾ അതുകൊണ്ട് നേസൽ ഡ്രോപ്സ്, വിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. ബോഡി ലോഷൻസ്, സോപ്പ് സാധനങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അതിന് വലിയ വിലയാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്യാനുള്ള സോപ്പോ അല്ലെങ്കിൽ ബോഡി ലോഷനോ അല്ലെങ്കിൽ ഷവർ ജെല്ലോ ഒക്കെ കുറച്ച് കൊണ്ടുവന്നാൽ മതി. അത് ബൾക്കായിട്ട് എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. അപ്പം ഏകദേശം ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ. പിന്നെയെന്ന് പറയുമ്പം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും നേസൽ ഡ്രോപ്സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പം ഞാൻ ഫ്ലൈറ്റിൽ വന്നപ്പോൾ എനിക്ക് കോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവർ മെഡിസിൻസൊക്കെ എടുക്കാൻ സമ്മതിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ നേസൽ ഡ്രോപ്സ് ഒന്നും എടുത്ത് എൻ്റെ പോക്കറ്റിലൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ വേറെ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ആൻറ്റിബയോട്ടിക് എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് അവർ നമ്മളെ ഫിസിക്കലി ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കും. അപ്പോൾ അന്നേരം ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കയ്യിൽ ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്, എനിക്കത് എടുക്കാനുള്ളതാന്ന് പറഞ്ഞു. ഒരു ഓക്കെ, മെഡിസിൻസ് എടുക്കാമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല നേസൽ ഡ്രോപ്സോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ അതെടുത്ത് നിങ്ങളുടെ ക്യാരി ബാഗിൻ്റെ അകത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഫ്ലൈറ്റിൽ ഞാൻ എയർ ഇന്ത്യക്കകത്താണ് വന്നത്. എയർ ഇന്ത്യക്കകത്ത് 46 കിലോ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ബാഗിൽ. 23 കിലോയുടെ 2 ബാഗായിട്ടാണ് പാക്ക് ചെയ്തത്. പിന്നെ നമ്മുടെ ക്യാബിനിൽ വെക്കുന്ന ബാഗില്ലേ, ക്യാബിനിൽ വെക്കുന്ന ബാഗിൻ്റെ അകത്ത് 7 കിലോ കൊണ്ടുപോകാൻ പറ്റും. ആ ബാഗ് കൂടാതെ ഒരു ചെറിയ ഹാൻഡ് ബാഗ് നമുക്ക് എടുക്കാൻ പറ്റും. ആ ചെറിയ ഹാൻഡ് ബാഗിൻ്റെ അകത്താണ് ഞാൻ എൻ്റെ ഹെഡ്സെറ്റ്, ചാർജർ, പിന്നെ പവർ ബാങ്ക് എടുക്കണം കേട്ടോ. പവർ ബാങ്ക്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ചത് ഞാൻ എൻ്റെ ക്യാരി ബാഗിൻ്റെ അകത്തായിരുന്നു. പിന്നെ മെഡിസിൻസ് ഒക്കെ ഞാൻ ആ വലിയ ബാഗിൻ്റെ അകത്താണ് വെച്ചത്. വലിയ ബാഗിൻ്റെ അകത്ത് വെച്ച് അതിൻ്റെ അകത്ത് വിടുമായിരുന്നു ചെയ്തത്.
പിന്നെ ഈ ഷാർപ്പ് ഐറ്റംസ് ഒന്നും നമ്മുടെ ക്യാബിൻ ബാഗിൽ വെക്കാൻ പാടില്ല. സിസർ ആവട്ടെ, നൈഫ് ആവട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പൗഡറുകൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മുടെ ക്യാബിൻ ബാഗിൽ വെക്കാൻ പാടില്ല. അതെല്ലാം നമ്മുടെ വലിയ ബാഗിൽ വലിയ ട്രോളിക്കകത്ത് പോകണം. അതവർ വേറെ ലഗേജിലാണ് പോകുന്നത്. നമ്മൾ ആക്ച്വലി ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഡൽഹി ചെന്നിട്ട് ഡൽഹിയിൽ നിന്ന് കോപ്പൻഹാഗനിലേക്കാണ് ഫ്ലൈറ്റ് വരുന്നത്. അപ്പം നമ്മുടെ ലഗേജ് തന്നെ എക്സ്ചേഞ്ച് ആയിക്കോളും ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക്. നമ്മൾ അത് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മെഡിസിനും പിന്നെ ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വലിയ ബാഗിനകത്തേക്ക് ഇട്ടുവിടുക. പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഇല്ലേ, ചാർജർ, പവർ ബാങ്ക്, ഹെഡ്സെറ്റ്, നമ്മുടെ വാച്ച്, ഇങ്ങനത്തെ ഒരു സാധനങ്ങളും നമ്മുടെ വലിയ ലഗേജ് ബാഗില്ലേ അതിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല. നമ്മുടെ ക്യാബിൻ്റെ അകത്ത് ബാഗിൻ്റെ അകത്താണ് ഇതെല്ലാം വെക്കേണ്ടത്, ലാപ്ടോപ്പ് അടക്കം എല്ലാ സാധനങ്ങളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നെക്സ്റ്റ് വേണ്ടത് ഒരു കുപ്പി, ഫ്ലാസ്ക്, ഇത് രണ്ടും വേണം കേട്ടോ. കാരണം ഇവിടെ തണുപ്പല്ലേ, അതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കി വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ കുപ്പി എടുത്തുകൊണ്ട് വരും, നല്ലതാണ്. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ കൊണ്ടുവരാം കേട്ടോ. വീട്ടിൽ കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ മുട്ട പൊരിക്കാൻ നേരമൊക്കെ നമുക്കിടാം, അല്ലെങ്കിൽ സലാഡൊക്കെ ഉണ്ടാക്കാൻ നേരം കുരുമുളക് പൊടി ഇടാനൊക്കെ നല്ലതാണ്. അപ്പം മെയിൻലി എനിക്ക് ഇത്രയൊക്കെയാണ് ഓർമ്മയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബൈ.